ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ മുന്നിലേക്ക് മാത്തമാറ്റിക്സിന്റെ എക്സാം കടന്നു വരികയാണ്. എന്ത് തന്നെ ആവട്ടെ, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു കടുകട്ടി സബ്ജക്ട് തന്നെയാണ് എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങൾ എക്സാമിന് നേരിടുക. പക്ഷെ അതിനെ മാക്സിമം എളുപ്പമാക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇതാ ഫുൾ സെറ്റപ്പ് ആയിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ കമന്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുള്ളത്. അതുകൊണ്ട് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ടെക്നിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ ആയിട്ട് വന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കാണാനാണ്. രണ്ട് പദങ്ങൾ തന്നാൽ അടുത്തടുത്ത രണ്ട് പദങ്ങൾ, ഇപ്പൊ 2, 4, 6 അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പൊതുവ്യത്യാസം കാണാൻ ഒരു പണിയില്ല. രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ കുറച്ചാൽ മതി. അതാണ് x2 - x1. അടുത്തൊരു ഈ കാണുന്ന ഇക്വേഷൻ ആണ് പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇതെപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒരു അരിത്മറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ അറിയുകയാണെങ്കിൽ, ഇപ്പൊ 10ാം പദം 20, 25ാം പദം വേറെ ഏതെങ്കിലും നമ്പർ വന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾ കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടി ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ലോജിക് ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പദം അറിയാം, അതിന്റെ പൊതുവ്യത്യാസവും അറിയാം, കോമൺ ഡിഫറൻസും അറിയാം, എങ്കിൽ നിങ്ങൾക്ക് ഏത് ടേമും കണ്ടുപിടിക്കാം. ഇപ്പൊ 20ാമത്തെ ടേം കാണെങ്കിൽ മൂന്നാമത്തെ ടേമിനോട് 17d കൂട്ടിയാൽ മതി. അത് 13 + 7 ആണ് 20. ഓക്കെ, ഇനി ഒന്നാമത്തെ ടേം കാണണമെങ്കിൽ മൂന്നാമത്തെ ടേമിൽ നിന്നും 2d കുറച്ചാൽ മതി. 3 നിന്ന് 2 കുറച്ചാൽ എന്ത് കിട്ടും? 1 കിട്ടും. ഇത് വെച്ച് നിങ്ങൾക്ക് ഏതും ചെയ്യാം. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും കേട്ടോ, ഇതും തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ചില ആൾക്കാർ സംശയം ഉണ്ടാവും. ഓക്കെ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആയുള്ള ലോജിക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എന്താ അറിയാം, 10ാമത്തെ ടേം അറിയാം, ഇപ്പൊ 100 വിചാരിച്ചോ, കോമൺ ഡിഫറൻസ് 3 വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒന്നാമത്തെ ടേം കാണാൻ ഇതാതി 10ാമത്തെ ടേമിൽ നിന്നും 9d കുറച്ചാൽ മതി. 10 - 9 1. ഓക്കെ, അപ്പൊ ആ ലോജിക്ക് നിർബന്ധമായിട്ട് മനസ്സിൽ കൊണ്ടുവരിക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് xn എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഓൾജിബ്രായിക് ഫോം, ജനറൽ ഫോം, nth ടേം, ലാസ്റ്റ് ടേം, ഇങ്ങനെ 4 പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതാ പൊതുരൂപം, ബീജഗണിത രീതി, n-ാം പദം, അവസാന പദം. ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഈ 2 ഇക്വേഷൻ മാത്രമാണ് കേട്ടോ. അപ്പം ചില ആളുകൾക്ക് dn + f - t ആയിരിക്കും, ചില ആളുകൾക്ക് an + b ആയിരിക്കും. നിങ്ങൾ ഏതാണോ പഠിച്ചത് ആ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, 3 ഇക്വേഷൻ ആണ്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ്, പദമാണോ അല്ലയോ, ടേം ഓർ നോട്ട് എന്ന് ചോദിക്കും. ഒരു പണിയില്ല. ഇപ്പോൾ 3, 7, 11 101 പദമാണോ ചോദിച്ചാൽ നിങ്ങൾ ഏറ്റവും നല്ലത് സെക്കൻഡ് ടേമിനെ അല്ലെ തേർഡ് ടേമിനെ എടുക്കുക. എന്നിട്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ പൊതു വ്യത്യാസം കൊണ്ട്, ഇവിടുത്തെ എന്റെ കോമൺ ഡിഫറൻസ് എത്ര? 4 ആണ് അല്ലെ. എന്റെ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം എത്രയാണ്? 4 ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? എനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ശിഷ്ടം കിട്ടും. എനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 3 ശിഷ്ടം കിട്ടും. ആ 101 നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 101 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 8 21 5 4 5 20, ശിഷ്ടം 1 കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും സെയിം അല്ല. ഇത് രണ്ടും സെയിം ആണെങ്കിൽ പദമാണ്, ടേം ആണ്. സെയിം അല്ലെങ്കിൽ പദമല്ല. അത്ര ആലോചിക്കേണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ ടേം ആണോ അല്ലേ ചെക്ക് ചെയ്യാൻ ചെയ്താൽ മതി. കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ സെയിം ആണെങ്കിൽ പദമാണ്, അല്ലെങ്കിൽ പദമല്ല. അത്രേ ഉള്ളൂ. അത്രയും സിമ്പിൾ ആണ്. ഓക്കെ, അതും നിങ്ങൾ നിർബന്ധമായും പഠിക്കുക. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ രസകരമായ ടോപ്പിക്കാണ്. ഡിഫറൻസ് ഓഫ് എനി 2 ടേംസ്. ഒരു സമാന്തര ശ്രേണി തരും, അതിലെ ഏതെങ്കിലും 2 പദങ്ങളുടെ വ്യത്യാസം ഏതെങ്കിലും നമ്പർ ആകുമെന്നാണ് ക്വസ്റ്റ്യൻ. ഏതെങ്കിലും 2 പദങ്ങളുടെ വ്യത്യാസം. ഇപ്പൊ 2, 6, 10 എന്ന് പറയുന്ന അരിത്മറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി, അതിൽ ഏതെങ്കിലും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 60 ആകുമെന്ന് വെച്ചാൽ ഒരു പണിയില്ല. ഇതിനെ പൊതുവ്യത്യാസം എടുക്കുക. ആ 60നെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. പറ്റുമെങ്കിൽ പദമാവും, പറ്റില്ലെങ്കിൽ പദമാവില്ല. ഓക്കെ, നേരത്തെ ചെയ്തപ്പോൾ ശിഷ്ടം കൂടി നോക്കണം. ഇവിടെ ഡിഫറൻസ് ഓഫ് എനി 2 ടേംസ്, ഏതെങ്കിലും 2 പദങ്ങളുടെ വ്യത്യാസമാണ് ചോദിച്ചത്. അപ്പം കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് പദമാണ്. ഇനി ഒരു ടോപ്പിക് കൂടി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ, അത് തുകയാണ് കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്. Sn n/2 × x1 + xn. എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ ആണിത്. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. പിന്നെ ഈ കാണുന്ന ഇക്വേഷൻ നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചാൽ മതി. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഈ കാണുന്ന ഇക്വേഷൻ നിർബന്ധമല്ല, പറ്റുന്ന ആൾക്കാർ പഠിച്ചാൽ മതി. ഇതും വലിയ നിർബന്ധമുള്ള കാര്യമല്ല. ഏതെങ്കിലും ഒന്ന് പഠിക്കാം. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടുള്ള അത് വെച്ച് പഠിക്കാം. ഓക്കെ, ഇത് ഏറ്റവും നല്ല സാധനമാണ്. ഇതെന്തായാലും പഠിച്ചോളൂ. പിന്നെ ഇതിൽ തന്നെ മറ്റൊരു കാര്യം ഉണ്ട്. Sn = മധ്യപദം ഇൻറ്റു മിഡിൽ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. Sn = തുക, മധ്യപദം ഇൻറ്റു ആകെ പദങ്ങളുടെ എണ്ണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാണുന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സമാന്തര ശ്രേണിയിൽ അല്ലെങ്കിൽ അരിത്മറ്റിക് സീക്വൻസിൽ ആകെ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആവുന്ന സമയത്താണ്. ഓക്കെ, ആകെ ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് ഒറ്റ സംഖ്യ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ പബ്ലിക് ലൈവിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ കാണുന്ന ഇക്വേഷൻസ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. ഇത് 1 മുതൽ തുടങ്ങുന്ന എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. 1 + 2 + 3 + etc. ഇത് ഇരട്ട സംഖ്യകൾ 2 + 4 + etc. ഇത് ഒറ്റ സംഖ്യ 1 + 3 + etc.
ഓക്കെ, ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിന്റെ സമ്മ് തുക കാണാൻ n സ്ക്വയർ, ഇരട്ട സംഖ്യ ആണെങ്കിൽ n × n+1, എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ n × n+1/2. ഇത്ര കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതേ രീതിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഇക്വേഷൻസ് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ഏതാണ്? ഈ കാണുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ബാക്കി ചാപ്റ്റർ കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കാരണം ബാക്കി ചാപ്റ്റേഴ്സിലൊന്നും ഇത്ര അധികം പഠിക്കാനുമില്ല. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കാം കേട്ടോ. അല്ലെ, ഈ കാണുന്ന പോയിന്റൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 2 പോയിന്റുകൾ കേട്ടോ. യെസ്, അപ്പം മറന്നു വേണ്ട. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇനി ഇതിൽ അധികമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് അടുക്കാണ്, വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. ഇത് ഡയമീറ്റർ അഥവാ വ്യാസമാണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് 90-ൽ കൂടുതൽ, ഇത് 90-ൽ കുറവ്, 90-ൽ കുറവാണ്. ഓക്കെ, ഈ 3 പോയിന്റ് പഠിച്ചു വെക്കുക. കണ്ടീഷൻ നിർബന്ധമാണ്. AB എന്ന് പറയുന്നത് വ്യാസമായിരിക്കണം, ഡയമീറ്റർ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ 3 കണ്ടീഷനും ഓക്കെ ആവുള്ളൂ. മാറിപ്പോരുതേ. ഇതിപ്പോൾ അതായത് കോഡായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. 90 പറയാൻ പറ്റില്ല, 90-ൽ കുറവാണെന്നും പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ കുറവായിരിക്കും, അത് വേറെ. സോ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ആ 3 പോയിന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. മക്കളെ, ഒരു കോഡ്, ഇത് ഡയമീറ്റർ ആവണമെന്നൊന്നുമില്ല, ഡയമീറ്റർ ആയാലും കുഴപ്പമില്ല. നമ്മൾ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇത് എപ്പോഴും സെയിം ആയിരിക്കും. സെയിം അറ്റത്തു നിന്നായിരിക്കണം കേട്ടോ. ഇവിടുന്ന് തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ആംഗിളൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പിന്നെ നിങ്ങൾക്കറിയാം, അത് താഴോട്ട് വരക്കുകയാണെങ്കിലും ആ ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ആംഗിൾ ഈ ആംഗിൾ എത്രയാണോ അതുമായിട്ട് ഇനി അങ്ങനത്തെ കണക്ഷൻ ഒന്നുമില്ല. ഇതിപ്പോൾ 110 ആണെങ്കിൽ ഇതും 110, ഇതൊക്കെ 110. ഇതിപ്പോൾ 40 ആണെങ്കിൽ ഇതെല്ലാം 40. ഓക്കെ, ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു കണക്ഷൻ എന്താ വെച്ചാൽ സൈക്ലിക് അഥവാ ചക്രീയം എന്ന് പറയുന്ന ടോപ്പിക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചക്രീയം, സൈക്ലിക് ആണെന്നുള്ള ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ആ ടോപ്പിക് നിർബന്ധമായിട്ടും പഠിക്കാം. ഓക്കെ, ഇതൊരു കോഡ്, ഒരു ഞാനാണ്, അത് ഉണ്ടാക്കുന്ന കോണാണ് ഇതെങ്കിൽ 2x എന്ന് ഞാൻ എടുത്തത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിപ്പോൾ 100 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ നേരെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, 50. അത് 50 ആണെങ്കിൽ 180-ൽ നിന്നും ആ 50 കുറച്ചാൽ കിട്ടുന്നതാണ് ഈ കാണുന്ന ആംഗിൾ. കാരണം എന്താ വെച്ചാൽ ഇത് രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടും? 180 കിട്ടും. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് പറയാം. ഈ കാണുന്നത് 40 ആണെങ്കിൽ ഈ കാണുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 140 ആയിരിക്കും. ഈ കാണുന്ന ആംഗിളൊക്കെ 140 ആയിരിക്കും. എല്ലാം സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കാം. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 4 പോയിന്റുകളും ഓൺ ദി സർക്കിൾ, ആ വൃത്തത്തിലാണെങ്കിൽ അതെന്താണ്? ചക്രീയമാണ് അഥവാ സൈക്ലിക് ആണ്. ഓക്കെ, ഇനി 4 പോയിന്റ് പകരം 3 പോയിന്റ് സൈക്ലിക്, ഇതോടെ ഒന്ന് പുറത്താണെങ്കിൽ മക്കളെ ആലോചിച്ച് വെച്ചോളൂ, ഈ കാണുന്ന കോണും ഈ കാണുന്ന കോണും കൂട്ടിയാൽ 180-ൽ കുറവായിരിക്കും. അതൊരു A+ ലെവൽ ടോപ്പിക്കാണ്. അത് ഉള്ളിലാണെങ്കിൽ അത് കൂട്ടിയാൽ 180-ൽ കൂടുതലും ആയിരിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക കേട്ടോ, A+ ടോപ്പിക്കാണ്. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഇക്വേഷൻ ആണ് മക്കളെ. ഈ ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. 2 ചിത്രങ്ങൾക്കും ഒരേ ഇക്വേഷൻ ആണ്. ആകെ ശ്രദ്ധിക്കേണ്ടത് PA × PB, ഈ വര കഷ്ണം ഈക്വൽ ടു PC × PD. ഓക്കെ, ഇവിടെ ആണെങ്കിലോ PA × PB, നന്നായിട്ട് ശ്രദ്ധിക്കുക, കഷ്ണമല്ല, ഈക്വൽ ടു PC × PD. ഇതാണ് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ ഏക ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒറ്റ ഇക്വേഷനും കൂടി ഉണ്ട്, PA × PB = PC². ഓക്കെ, PC². ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ മുഴുവൻ സെറ്റ് ആയിട്ടുണ്ട്. സോ നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. സോ ഒരു കാര്യം കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ശ്രദ്ധിച്ചിരിക്കാം. ഞാനിപ്പോൾ ഒരു എന്തെങ്കിലും കോഡിലായിട്ടല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും വരച്ചെന്ന് വിചാരിച്ചോ, ഇവിടെ പുറത്തുണ്ടാക്കുന്ന ആംഗിൾ ഈ കാണുന്ന ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും സെയിം ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ വരുന്ന ഈ ആംഗിളും സെയിം ആയിരിക്കും. ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. മൂന്നാമത്തെ ചാപ്റ്ററിൽ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ മക്കൾ, എഴുതി വെച്ചോളൂ. സാധ്യത ചോദിച്ചാൽ നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ, നമ്മളോട് എന്താണോ ചോദിച്ചത് അതിൻ്റെ എണ്ണം മുകളിൽ എഴുതുക, അടിയിൽ എപ്പോഴും ടോട്ടൽ എഴുതുക. നമ്മളിപ്പോൾ ഇതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത എത്ര വെച്ചാൽ മുകളിൽ റെഡ്, അടിയിൽ എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ 7 എണ്ണം. അതാണ് ആൻസർ. മാക്സിമം സാധ്യത പ്രോബിലിറ്റി എന്നാൽ 1 ആയിരിക്കും. ഇത്ര ഈ ചാപ്റ്റർ പഠിക്കാനുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ ഇക്വേഷൻ ആയിട്ടോ അല്ലെങ്കിൽ കാണാതെ പഠിക്കാനല്ല. ബാക്കി പ്രോബ്ലം ചെയ്യാനുള്ളത് അത് നിങ്ങൾ ലൈവിൽ വരിക, നിങ്ങളെ പഠിപ്പിച്ച് തരിക എന്നായിരിക്കും. അല്ലാതെ നിങ്ങൾ എക്സാം ഹോളിലേക്ക് കോപ്പി ചെയ്താന്ന് പോരുത് കേട്ടോ. പഠിക്കണം, നിങ്ങൾക്ക് ഓർത്തിരിക്കണം എന്ന് വിചാരിക്കുന്ന കുറേ ഇക്വേഷൻസ് ഇല്ല. അതാണ് ഞാൻ ഈ ലൈവിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്, അല്ല ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്താക്കരുത്, വീഡിയോ മിസ്സാക്കരുത് കേട്ടോ. സോ മക്കളെ, അടുത്തൊരു ചാപ്റ്റർ 4ലേക്ക് പോകുന്ന സമയത്ത് ആകെ 2 കാര്യങ്ങൾ അവിടെ പഠിക്കാനുള്ളൂ. ഒന്ന് വർഗത്തികമാണ്. ഫോർ എക്സാമ്പിൾ x² + RX = 16. 2 ഭാഗത്ത് ഏത് സംഖ്യ കൂട്ടണം എന്ന് വെച്ചാൽ 6ന്റെ പകുതിയുടെ സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇത്ര ചെയ്താൽ ഇതിൻ്റെ പഠിച്ചു, ഇത്ര ചെയ്യാനുള്ളൂ. ബാക്കി നമുക്ക് എന്താക്കാം, ലൈവിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആകെ 2 ടോപ്പിക്കാണ് പഠിക്കാനുള്ളൂ. ഒന്ന് വർഗത്തികം, സ്ക്വയർ കംപ്ലീഷൻ. രണ്ടാമത്തത് x = -b ± √b² - 4ac/2a. ഈ 2 കാര്യങ്ങൾ പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ മുഴുവൻ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യാനാണുള്ളത്.
ഓക്കെ, അപ്പോൾ ഓരോ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സോ 5ാമത്തെ ചാപ്റ്ററിൽ പോകുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അവിടെ 30:60:90 ഉണ്ട്. അതായത് ഒരു ത്രികോണം, അതിന്റെ റേഷ്യോ 1:√3:2 ആയിരിക്കും അല്ലേ? നിങ്ങൾക്കറിയാം 45:45:90 ആണെങ്കിൽ 1:1:√2 ആണ്. സംശയമൊന്നുമില്ലല്ലോ. എന്നാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇക്വേഷൻ ആണ് സൈൻ എക്സ് കോസ് എക്സ് ടാൻ എക്സ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർന്യൂസ്, എതിർവശം ബൈ കർണം. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻ ബൈ ഹൈപ്പർന്യൂസ്, അഥവാ സമീപവശം ബൈ കർണം. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ, എതിർവശം ബൈ സമീപവശം. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. പിന്നെ നിങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു സർക്കിൾ തന്നു, അതിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിളും തന്നു. ഓക്കെ, എന്നിട്ട് ഒരു ആംഗിളും തന്നു, അതിന്റെ ഓപ്പോസിറ്റ് സൈഡും വെരി ഇമ്പോർട്ടൻറ്റ്, അത് ഇമ്പോർട്ടൻ്റാണ്. ഓപ്പോസിറ്റ് സൈഡും തന്നാൽ, ഓക്കെ, ചിലപ്പോൾ ഇത് സെൻട്രൽ ആംഗിൾ ഒക്കെ ആയിക്കോട്ടെ തരാം. ഈ ചിത്രം തരുന്നതിന് പകരം സെൻട്രൽ ആംഗിൾ തരും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ തന്നാൽ അതിന്റെ ചോദ്യം ചോദിക്കുന്നത് ഇതിന്റെ വ്യാസം എത്ര? 2r = a sin x. സൈൻ ആട്ടോ യൂസ് ചെയ്യുന്നത്. ആരം എത്ര വെച്ചാൽ 2r = a/2 sin x ചെയ്താൽ മതി. ഇനി അല്ല, നിങ്ങൾ ഈ ഇക്വേഷൻ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് മാത്രം പഠിക്കാം. എന്നിട്ട് ഈ കിട്ടിയ ഉത്തരത്തിന്റെ ലാസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? അതായത് അതിന്റെ പകുതി എടുത്ത് എന്ത് കിട്ടും? റേഡിയസ് കിട്ടും. ഇനി ഡയമീറ്റർ ആണ് കാണണമെങ്കിൽ നേരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്റ്റ് കൊടുത്താൽ തന്നെ ആൻസർ കിട്ടും കേട്ടോ. അത് നിർബന്ധമായിട്ട് ഒന്ന് പഠിച്ചിരിക്കുക. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. പിന്നെ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഒരു A+ ടോപ്പിക് എന്ന് പറഞ്ഞത്, ഒരു ത്രികോണം തന്നു, അതിന്റെ 3 ആംഗിളും തന്നു എങ്കിൽ ഈ കാണുന്ന ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം, റേഷ്യോ ഓഫ് ദർ സൈഡ്സ്, ഇത്രേ ഉള്ളൂ. A:B:C എന്ന് കാണാൻ നിങ്ങൾ എന്താ മതി? sin 40 sin 60 sin 80. ഓക്കെ, അപ്പോൾ ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം അതിന്റെ സൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, എത്ര കോണാണോ തന്നത് ആ കോണിനെ സൈൻ വെച്ച് ചെയ്ത് എന്തായി? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക sin 40 sin 60 sin 80. അതിന്റെ അംശബന്ധമാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പറ്റാത്ത ആൾക്ക് ഇത് പഠിക്കാന്ന് വേണ്ടത് കേട്ടോ. അറിയാത്ത ആളുകൾ പഠിക്കാനല്ല, ഒരു ഒരു A+ ടോപ്പിക്കാണ്. ഒരുപാട് തവണ വന്നിട്ടൊന്നുമില്ല, ഒരു തവണ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ. ഓക്കെ, അടുത്തൊരു ഈ ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ചാപ്റ്റർ അത്ര തന്നെ പഠിക്കാനുള്ളൂ കേട്ടോ. പിന്നെ മേൽക്കോൺ കീഴ്ക്കോണാണ്, അതിനെ പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നും പഠിക്കാനല്ല, മാക്സിമം വർക്കൗട്ട് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇനി 6ാമത്തെ ചാപ്റ്റർ കോർഡിനേറ്റ്സ് അഥവാ സൂചകസംഖ്യയിൽ പഠിക്കേണ്ട 4 ഇക്വേഷൻ ഉണ്ട്. x2 - x1. അതെപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3,4 9,4. ഇവിടെ y രണ്ടും സെയിമാ. y രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? x2 - x1 ചെയ്യുന്നു. x2 - x1. ഇനി അടുത്തൊരു പോയിന്റ്, x രണ്ടും സെയിം ആണ്, 3,1 3,9. ഇവിടെ x രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? y2 - y1. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് 1,2 2,3. ഇവിടെ എക്സും ഡിഫറൻ്റ് ആണ്, വൈയും ഡിഫറൻ്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ √(x2 - x1) + y2 - y1) ആണ്. ഇനി ഒരു പോയിന്റ് 0,0 ആണ്, മറ്റൊരു പോയിന്റ് ഏതെങ്കിലും നമ്പർ ആണ് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ്, അകലം കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് √(3² + 4²). ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. അതോടുകൂടി ആ ചാപ്റ്റർ മുഴുവനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി പ്രോബ്ലം ചെയ്യാനാണ് ഞാൻ നിങ്ങളെ എന്തിലേക്ക് ക്ഷണിക്കുന്നത്? മാരത്തോണുകളിലേക്ക് ക്ഷണിക്കുന്നത്. നിർബന്ധമായിട്ടും വരിക കേട്ടോ. സോ അടുത്ത ചാപ്റ്റർ 7 മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഒരേ ഒരു ഇക്വേഷൻ P/PB = PC² ആണ്. നേരത്തെ പഠിച്ചു ഇതേ മോഡൽ ചിത്രം മനസ്സിൽ കൊണ്ടുവരാം. കാരണം ഒന്ന് ടാൻജന്റ്, അതാ തൊടുവരായിരിക്കും. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കാണുന്ന കുറച്ച് ആംഗിളിന്റെ മെത്തഡാണ്. വ്യാസം അല്ലെങ്കിൽ റേഡിയസ്, ഇത് തമ്മിൽ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇതാ ഈ കാണുന്നത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് 140 ആയിരിക്കും. ഇത് രണ്ടും എപ്പോഴും 180 ആയിരിക്കും. സൈക്ലിക്, ഇതൊരു ചക്രീയമാണ്. ഈ കാണുന്ന ചിത്രം ഒരു ചക്രീയമാണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ഇതിനങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ചിത്രം, ഈ ഒരു ഐഡിയ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു ചിത്രമാണ്, ഒരു കോഡ് അഥവാ ഒരു ഞാണ് തന്നു, അതിൻ്റെ രണ്ടറ്റത്തും ഉണ്ടാക്കുന്ന ആംഗിൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളിന് ഈക്വൽ ആണ്. അത് വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഒരു കോഡിന്റെ രണ്ടറ്റത്തുണ്ടാകുന്ന ടാൻജന്റ് അഥവാ തൊടുവര എന്ന് പറയുന്ന ഈ കാണുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആക്കുന്ന ആംഗിളിന് ഈക്വൽ ആണ്. അത് എവിടേക്കും പറ്റും. ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെയും പറ്റും. ഇങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു, ഇങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. ഇതും ഇതിനും ഈക്വലാ. ഓക്കെ, അത് ഓർത്ത് വെക്കാം. പിന്നെ നിങ്ങൾ ഇതിൽ പഠിക്കാനുള്ളത് SR = A എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. SR = A. ഷാഹിദ് റംസാൻ = A ഗ്രേഡ് അല്ലെ A+ കേട്ടോ. ഓക്കെ, SR = A+ എന്ന് പഠിച്ചു. അപ്പോൾ ഇതിന്റെ ചോദ്യം ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഈ കാണുന്ന ത്രികോണത്തിന്റെ ചുറ്റളവ് തരും, പെരിമീറ്റർ 24 കൂട്ടിക്കോ. ഇതിന്റെ ഏരിയയും തരും, പരപ്പളവ് 48 കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അന്തർവൃത്ത ആരം എത്ര, അഥവാ ഇൻ റേഡിയസ് എത്ര? അപ്പം SR = A ആണ്. അപ്പം അതിൽ വേണമെങ്കിൽ R കണ്ടുപിടിക്കാം. R = A/S. അപ്പം S എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകൾ എഴുതി വെച്ചോളൂ, ചുറ്റളവിന്റെ പകുതിയാണ്, പെരിമീറ്ററിന്റെ പകുതി. അപ്പോൾ പെരിമീറ്റർ 24 ആണെങ്കിൽ അതിന്റെ പകുതി 12 ആണ്.
സോ എസ് ഇസ് ഈക്വൽ ടു എസ് ആർ ഈക്വൽ ടു എ ബൈ എസ് 48/s എന്ന് പറഞ്ഞാൽ എത്ര 24/12. ഇതെത്ര നിങ്ങൾ ലാസ്റ്റ് കമൻറ്റ് ചെയ്യണം. നിർബന്ധമായിട്ട് വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ എന്താക്കണം, കമൻറ്റ് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. ഓക്കെ, ഇത്രയും പഠിച്ച 7 ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മുന്നിലേക്കുള്ളത് സോളിഡ്സ് അഥവാ ഘനരൂപങ്ങളാണ്. അതിൽ എല്ലാ ഇക്വേഷൻസും അവിടെ കാണിച്ചു തരാൻ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കാനുള്ളത് സമചതുര സ്തൂപികയാണ്. അതിൽ ഈ ചിത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്, ഈ ചിത്രമാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇത് പഠിക്കാം. ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് പാദ പരപ്പളവ് A². ഓക്കെ, അതാ ബേസ് ഏരിയ. അടുത്തത് ഈ 4 ത്രികോണങ്ങളുടെയും പരപ്പളവ്, അതായത് പാർശ്വതല പരപ്പളവ്, അതായത് ലാറ്ററൽ സർഫസ് ഏരിയ 2AL. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും, ഉപരിതല പരപ്പളവ് അഥവാ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ഓക്കെ, അടുത്തത് ഇത്ര പഠിച്ച ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള കഴിഞ്ഞു. ഇനി ഇതിൽ 2 ത്രികോണങ്ങൾ പഠിക്കാണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കാണുന്ന ത്രികോണവും ഈ കാണുന്ന ത്രികോണവും ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് E ആണ്, ഇത് A/2 ആണ്, ഇത് L ആണ്. അത് ഇല, ഈ കാണുന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇല. എന്താണ് ഇല. ഓക്കെ, ഈ കാണുന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് L² = A/2² + H². ഈ 2 ഇക്വേഷൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ മുഴുവൻ കഴിഞ്ഞു. ഇതിൽ വോള്യം അഥവാ വ്യാപ്തം എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ട്. അതിന്റെ ഇക്വേഷൻ അറിയാത്ത ആളുകൾ എഴുതിച്ചോളൂ. 1/3 A²H ആണ് കേട്ടോ, A²H. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടോപ്പിക് കംപ്ലീറ്റ് കഴിഞ്ഞു. രണ്ടാമത്തെ ടോപ്പിക് കോണാണ് അഥവാ വൃത്തസ്തൂപികയാണ്. മക്കളെ അവിടെ ഒരു ത്രികോണം ഉണ്ട്. പിന്നെ നമ്മൾ ലാഹോർ എന്ന് പഠിക്കുക. ലാഹോർ L² = H² + R², ലാഹോർ. ഓക്കെ, പിന്നെ അതേപോലെ ഇതിൽ വരുന്ന ബേസ് ഏരിയ അഥവാ പാദ പരപ്പളവ് എന്ന πr² ആണ്. കേവ്ഡ് സർഫസ് ഏരിയ അഥവാ ഇതിനെ വട്ടത്തിലുള്ള പരപ്പളവ്, അത് πrl ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടുന്നു, ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് കിട്ടുന്നു, πr² + πrl. അതിന്റെ വ്യാപ്തം 1/3 πr²H ആണ്. മക്കളെ ഈ 1/3 അങ്ങ് ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കിട്ടുന്നു, ഇതിന്റെ സിലിണ്ടർ അഥവാ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കിട്ടുന്നു. സിലിണ്ടർ അഥവാ വൃത്തസ്തംഭം, അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചത്. ഓക്കെ, πr²H. അപ്പൊ അതിനെ /3 ചെയ്താൽ എന്തായി, വൃത്തസ്തൂപികായി. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിൽ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, ഇത് ഉറപ്പായിട്ടും ചോദിക്കും, ഉറപ്പാ. സെൻട്രൽ ആംഗിൾ തന്നുകൊണ്ടൊരു ക്വസ്റ്റ്യൻ, ഒന്നും നോക്കേണ്ട, ഇതാണ് ഇക്വേഷൻ. R/L = x/360. ഇവിടെ R എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയസ് ആണ്, വൃത്താംശത്തിന്റെ ആരം, അതായത് റേഡിയസ് ഓഫ് സെക്ടർ. അതും ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരിവ് എന്താണ്, സെയിം ആണ് കേട്ടോ. അപ്പൊ R/L അല്ലെങ്കിൽ R/R രണ്ടും എഴുതാം. പിന്നെ മക്കളെ ഇത് കേവ്ഡ് സർഫസ് ഏരിയ ആണ് കേട്ടോ, വക്രതല പരപ്പളവ് πrl. സെക്ടറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, πrl ആണ്. വേണമെങ്കിൽ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഇക്വേഷൻ ആണ് ഈ 2 ടോപ്പിക്കിനായിട്ട് പഠിക്കാനുള്ളത്. സോ ഈ കാണുന്ന ഇവിടെ ഒരു ത്രികോണം ഉണ്ട് കേട്ടോ, ലാഹോർ, നമുക്ക് കിട്ടിയല്ലോ അല്ലേ. ഓക്കെ, R എന്ന് പറഞ്ഞാൽ ബേസ് റേഡിയസ് അഥവാ പാദ ആരം, മാറിപ്പോണ്ട. ഓക്കെ, സോ മക്കളെ അടുത്തതായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് സ്ഫിയർ ആണ് അഥവാ ഗോളമാണ്. ഇതിലാകെ 2 ഇക്വേഷനെ പഠിക്കാനുള്ളൂ. ഒന്ന് ഇതിന്റെ ഉപരിതല പരപ്പളവ് ടോട്ടൽ സർഫസ് ഏരിയ 4πr². 2 ഇതിന്റെ വ്യാപ്തം ആ 4/3 πr³. ഇത്ര പഠിച്ചാൽ ഈ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി ഇതിന്റെ തന്നെ പകുതിയാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിനെ ഞാൻ എന്താക്കി, പകുതിയാക്കിയാൽ മുകളിൽ ഒരു പാദ പരപ്പളവ് ഉണ്ടാവും, ബേസ് ഏരിയ πr². ഇതിന് പാദമില്ല, ബേസ് ഇല്ല. അപ്പൊ നമുക്ക് എന്തുണ്ടു, ഈ കാണുന്ന പരപ്പളവ് എന്ന് പറഞ്ഞാൽ കേവ്ഡ് സർഫസ് ഏരിയ അഥവാ വക്രതല പരപ്പളവ് 2πr² ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടുന്നു, 3πr². അതാണ് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ്. ഇത് വക്രതലം. പിന്നെ അതിന്റെ വ്യാപ്തം 4ന്റെ പകുതി എത്ര, 2/3 πr³, ഫുൾ മാർക്ക്. ഇത്ര ഈ ടോപ്പിക്കിലും എന്താക്കാനുള്ളൂ, പഠിക്കാനുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ആകെ റേഡിയസ് മാത്രം അറിഞ്ഞാൽ മതി, വേറൊന്നും അറിയണ്ട, ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഇനി നമുക്ക് വെറും 4 ചാപ്റ്റേഴ്സ് മാത്രമാണ് ഇതുപോലെ നോക്കാനുള്ളത്. അപ്പോൾ എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഏതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നിർബന്ധമായിട്ടും എന്താക്കുക, പഠിക്കുക കേട്ടോ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് പഠിക്കാനുള്ള 2ാമത്തെ ചാപ്റ്ററാണ്. 1ാമത്തെ ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ ഇക്വേഷൻ പഠിക്കാനുള്ളത്, സമാന്തര ശ്രേണി. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് വരുന്ന ഈ കാണുന്ന ചാപ്റ്ററാണ് ജിയോമെട്രി ആൻഡ് ആൾജിബ്ര, ജ്യാമിതി ബീജഗണിതം. അത് ആദ്യം നിങ്ങൾ പഠിക്കാനുള്ളത് മധ്യബിന്ദു, മിഡ് പോയിന്റ്. ഒരു പണിയില്ല, ഇപ്പൊ 2 പോയിന്റ് തന്നു, 1,2 3,4. അപ്പം ഇതിന്റെ മധ്യബിന്ദു കാണാൻ ഒരു പണിയില്ല, x1 x2 കൂട്ടുക /2, y1 y2 കൂട്ടുക /2, ആൻസറായി. ഓക്കെ, രണ്ടാമത്തത് റേഷ്യോ ആണ്, അംശബന്ധം. അത് ഇതുപോലത്തെ ഒരു വര, ആ വരനെ മുറിക്കുന്ന അംശബന്ധം തന്നിട്ടുണ്ടാവും 3:2 എന്നൊക്കെ. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ ബാക്കി കിട്ടും. m × x2 + n × x1/m+n. എന്താണ് m × x2 + n × x1/m+n. ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക, ഫുൾ മാർക്ക്. ഇതിന്റെ ഒക്കെ ചോദ്യം നമ്മൾ എന്ത് ചെയ്യും, ലൈവുകളിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ.